ഗൈസ്, എല്ലാവർക്കും നാസ്ന വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്കി പോലത്തെ ഒരു എന്താ പറയുക മിഠായി കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുത്തത് ഒരു മിഠായി കവറാണ്. ഇങ്ങനത്തെ നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇങ്ങനെ സ്റ്റിക്കി പോലത്തെ മിഠായി കവറ്. അപ്പോൾ അതിന് ആവശ്യമുള്ളത് ഒരു കത്രിക വേണം, പിന്നെ ഗ്ലൂ വേണം. അതിപ്പോൾ ഞാൻ പുതിയതായി വാങ്ങിച്ച ഗ്ലൂ ആണ്, അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഷൈനി ഇറക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. പിന്നെ നമുക്കൊരു സെല്ലോ ടേപ്പ് വേണം, സെല്ലോ ടേപ്പ് വേണം. പിന്നെ നമുക്ക് ഒരു ക്രയോൺസ് വേണം, സ്കെച്ച് അങ്ങനെ എന്തെങ്കിലും. പിന്നെ എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബുക്കാണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ട അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, എത്ര വീതി വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ അപ്പം തന്നെ പറയണം. അപ്പോൾ പിന്നെ നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ടാപ്പ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആവും. എൻ്റെ അടുത്ത് അങ്ങനത്തെ വലിയ ടാപ്പ് മാത്രമേ ഉള്ളൂ, അപ്പം ഞാൻ അതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം പിന്നെ നമുക്കതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി, പിന്നെ നല്ലൊന്ന് ക്യൂട്ടാണല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാം, അതുകൂടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മളത് ഒട്ടിച്ചിട്ട് ഇത് ഒട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡ് ഉറപ്പായി ഒട്ടിക്കണം. പിന്നെ ഈ കളർ പേപ്പർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ വീഡിയോ വരും. ആ വൈറ്റ് പേപ്പർ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലത്തിന്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഗ്ലൂ വെച്ചിട്ടാട്ടോ ഒട്ടിക്കണം. ഇതിലൊരു മണ്ടത്തര കൂടിയുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കാം. നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. പിന്നെ ഞാൻ ഒട്ടൂലെന്ന് വിചാരിച്ചു, എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, പശ വെച്ചിട്ട് നന്നായി ഒട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടൂലാച്ചിട്ട് മാത്രമാണ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. നന്നായി നമ്മൾ ഗ്ലൂ തേച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കാം കേട്ടോ. പിന്നെ സ്റ്റിക്കി ഭാഗം നമ്മളിതാ ഈ പേപ്പറിൻ്റെ ഏറ്റവും തെറ്റത്തെ ഭാഗത്ത് വെക്കണം, ലാസ്റ്റ് പോർഷനിൽ വെക്കണം. എന്നിട്ടൊന്ന് നമുക്കുണ്ടോ ഇങ്ങനെ ഞാൻ അടർത്തിയൊക്കെ ഒട്ടിച്ചപ്പോൾ തന്നെ, അതുകൊണ്ടാണ് ഞാൻ ഒട്ടൂലെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടോ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഞാൻ മുറിച്ച് അത് ഒട്ടിച്ചു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. അത് നിങ്ങൾ ചെയ്യുകയേ വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മളത് ഒട്ടിക്കുകയാണ് ഇന്നത്തെ ഇത്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണം നിർബന്ധമല്ല, ഞാൻ വീണ്ടും പറയണം. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ക്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് വൈറ്റ് ബാജിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഫോർ ഷീറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കളർ പേപ്പറോ അല്ലെങ്കിൽ ഡിസൈൻ പേപ്പറോ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് വരെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നല്ല ഭംഗിയിൽ പ്രിൻ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ഒട്ടിച്ചതിന് ശേഷം പിന്നത്തെ ഭാഗം ഒട്ടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പശ മതി ഇതിന്, എന്താ പറയുക, ഇത് വേണ്ടാന്ന് കേട്ടോ, ടാപ്പ് വേണ്ടാന്ന്. പിന്നെ നമ്മൾ ബാക്കി വന്ന എഡ്ജസ് ഒന്നങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്തായാലും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. എന്നിട്ടൊന്ന് ലൈക്കും ചെയ്യണേ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സൈഡിൽ വന്ന എഡ്ജസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് സ്റ്റിക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചാലും ഒന്ന് ക്യൂട്ടാകണ്ടേ. അപ്പോൾ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചതും. സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇതിലുണ്ട്, വ്ളോഗിലുണ്ട്, നിങ്ങളതൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ കാർട്ടൂൺ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ കോപ്പി വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ആ പെൻസിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ആ പെൻസിൽ ഇട്ട് വെക്കലെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.